RSS നേതാവ് സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് CPM. കോടതിക്ക് ഇത് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമാണ്. സദാനന്ദൻ ഉൾപ്പെടെ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചതെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് മട്ടന്നൂർ ഉരുവച്ചാലിൽ CPM വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖാക്കൾ നിരപരാധികളാണ്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞീഷ മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ്. ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ്, അധ്യാപകരാണ്, ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ്. അവരാരെങ്കിലും ഈ ഒരു പണിക്ക് പോകുമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല. സദാനന്ദ മാഷ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ്. ആ വ്യാജമൊഴികൾ, കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷ തന്നെ. പക്ഷേ അവർ കുറ്റവാളികളാണെന്ന് നാട്ടിലെ ജനങ്ങൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, അത് ഞാൻ പറയുന്നില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. കള്ളമൊഴികൾ കൊടുത്തു എന്നുള്ളൊരു വസ്തുതയാണ്. സദാനന്ദ മാഷ് ഉൾപ്പെടെ കള്ളമൊഴി കൊടുത്തിട്ടാണ് ഇങ്ങനെയൊരു സംഗതി ഉണ്ടായിട്ടുള്ളത്. വ്യാജമൊഴികളാണ് കൊടുത്തത്, വസ്തുതയല്ലെന്ന് സദാനന്ദ മാഷ്ക്കും അറിയാം. പക്ഷേ ശിക്ഷിക്കപ്പെട്ടു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സദാനന്ദ മാഷ് എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്കൂളിലെ അധ്യാപകനായിരുന്നു. അവിടെ ജനാർദ്ദൻ എന്ന് പറയുന്ന CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കുഞ്ഞിനെ ശോഭായാത്രക്ക് കൊണ്ടുപോയി. അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിയെ കൂട്ടിപ്പോവാണ് സദാനന്ദ മാഷ്.